പോലിരിക്കുന്ന പുരുഷൻ വന്നിട്ടുണ്ട്, കടത്തി വിടട്ടെ? പൃഥ്വിരാജിനെ പോലെ ഇരിക്കണവനാ? ആ, കേറ്റി വിടാ വൃത്തികെട്ട രാജനെ. ഇതെങ്ങനെ കടിക്കുക? എന്തെന്നാണോ മുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. എന്തെന്ന്? മുടി സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്തു കോലവാടോ ഇത്? റെമോ, അയ്യോ സീജർ റെമോ. ഇത് സീജറമോ അല്ല, ഇതിന്റെ പേരാണ് ചിത്തഭ്രമം. എന്തിനുള്ള ഇന്റർവ്യൂ ആണ് നടക്കണെന്നുള്ള മനസ്സിലായ? 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടണ ഇന്റർവ്യൂ. ആ, അത് തന്നെ, മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിൽ പഠിച്ച് പാസ്സായാൽ നിനക്ക് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടാം. അവിടെ പാട്ട് പാടി നേടിയാൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും. അറിയാനുള്ള കാര്യങ്ങൾ. എന്താണ് നിന്റെ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ എടാ സാബുവേ, നീ അവിടെ പോയി കിടക്കാടാ സാബുവേ. ഇവിടെ പറയല്ലേ. അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. ഇവിടെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. എടോ, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളെ ഉള്ളൂ? ഒരു ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? ആന്തൊട്ട് കോർപ്പറേഷൻ? അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് 100 കെട്ടും കൊടുക്കും, 2 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, 100 കെട്ടും കൊടുക്കും, 2 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. അല്ല, ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഫോൺ മൊഫൈൽ പിച്ചക്കാരനുണ്ട്. മൊഫൈൽ. ഹലോ പാപ്പാട്ടി, മെഗ്രാബോൾ. നിന്നെ പറഞ്ഞല്ലോ വിളിക്കരുത്. ചാവട്ടിന്റെ എല്ലാം ഓടിച്ചല്ലോ, മെഗ്രാബോൾ. ആരാടോ? അച്ഛനാണെന്നേ. റബ്ബർ വികസന കോർപ്പറേഷൻ. അപ്പൊ തന്നോട് അമ്പലപ്പറമ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന. ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ആനയെ കാണാം. ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത്? അതറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ പൊന്നു സാറേ, അമ്പലപ്പറമ്പിൽ എന്തോരം കിളികിളി പോലത്തെ പെൺപിള്ളേരെ വന്ന് നിക്കണേ. അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം. അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണതാണ്. ഓക്കെ, അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ സാധാരണ ആനക്കൊക്കെ ഹിന്ദു പേരുകളാണല്ലോ കൂടുതലായിട്ട് ഇടാറ്. മംഗലാംകുന്ന് ഗണപതി, പാമ്പാടി രാജശേഖരൻ, ഗുരുവായൂർ കേശവൻ, ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ്. എന്തുകൊണ്ടാണ് ആനയ്ക്ക് ഒരു ക്രിസ്ത്യൻ പേര് ഇതുവരെ ആരും ഇടാത്തത്? വേണമെങ്കിൽ ഇടാം. ഗുരുവായൂർ മത്തായി, ഗുരുവായൂർ എൽദോസ് എന്നൊക്കെ വേണമെങ്കിൽ ആനയെ വിളിക്കാം. പക്ഷെ ഏത് പാത്രത്തിൽ കൊണ്ടോ ഇതിനെ മാമോദിസ മുക്കും. പാത്രം വേണ്ടേ? അങ്ങനെ പോട്ടെ, മുസ്ലിം പേരിടല്ല. ഗുരുവായൂർ ബഷീർ, ഗുരുവായൂർ കബീർ എന്നൊക്കെ വേണമെങ്കിൽ ആനയ്ക്ക് ഇടാം. പക്ഷെ സാറ് കൊണ്ടുപോവോ? എവിടെ? പൊന്നാനിയില്. എന്തിനു? ചില പേരുകൾ ചില സ്ഥലത്തെ ചേരുവകൾ. അത് മതി, ഹിന്ദി പേര് മതി. അത് ഞാൻ ചോദിക്കട്ടെ, താനിവിടെ ഇന്റർവ്യൂ പങ്കെടുക്കേണ്ടി വന്നാണല്ലോ. അപ്പൊ ഈ സംഗീതവുമായി എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. അവിടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ചിറക്കരയിലെ സംഗീതമല്ല. പിന്നെ സംഗീതം, പാട്ട്, മ്യൂസിക്. പാട്ട് എന്റെ ദൈവമേ, ഞാൻ ഒടുക്കത്തെ പാട്ടുകാരനല്ലേ? ആണല്ലേ? പിന്നെ ഏത് ടൈപ്പിലുള്ള പാട്ടാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഈ പോക്കൊന്നും അല്ല ഞാൻ പാടുന്നത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. അല്ല, ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണ് ഈ കുടുംബശ്രീ അയൽക്കൂട്ടമൊക്കെ നടക്കണേ. കുടുംബശ്രീ അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ട് പാടാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. ഓക്കെ, അപ്പൊ അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട് പിടിച്ചോ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ ചാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കേം കൊണ്ടോടിവാ ചാന്തേവാ, ചാന്തേവാ, ചാന്തേവാ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. പക്ഷേ ഷഡ്ജം ഇട്ടിട്ടില്ല. എന്നാന്ന്? ഷഡ്ജം ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജം ഇട്ടിട്ടില്ല. എന്റെ അമ്മച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജം ഇട്ടിട്ടില്ല. എന്താ ഈ പറയണത്? നേരം വെളുത്ത് എന്റെ പല്ല് വെച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജിട്ട്. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറയണത് മനസ്സിലാക്ക്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഈ സംഗീതത്തിന്റെ ഷഡ്ജം. സംഗീതമൊക്കെ ഷഡ്ജിടും.
ഇനി ഷഡ്ജത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. താൻ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പോകോട്ടെ, ഞാൻ ബസ്സിന് പോക്കോളാം. ഈ ടെമ്പോയുടെ കാര്യം അവിടെ നിക്കട്ടെ. സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. മാന്യനാണ് വിചാരിച്ച, എന്നിട്ട് പറഞ്ഞ കേട്ടോ. ഇതെന്ത് കോലമാണോ ഇത്? ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണത്? ഇവിടെ പറയുമ്പോ അക്ഷരസ്ഫുടത വേണം. അക്ഷരപുസ്തകമില്ല. കരയിലെ മെനകടാക്കല്ലേ, ഇത് ഇന്റർവ്യൂ അല്ലേ, വെറുതെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കണല്ലേ, എന്നെയും കൂടി എങ്ങനെയുണ്ട്? ഈ ഡൈ എന്നല്ല ഇതിന് പറയണത്. പിന്നെ ഇതിന് പറയണ പേരാണ് സ്പൈ. അതാണ് എനിക്കറിയാം. അക്ഷരസ്ഫുടത വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്? അതെനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേന്ന്. അപ്പൊ നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് ആ ലോഡ്ജിൽ താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാട്ടോ. ഏത് ലോഡ്ജ്? ജനറൽ ലോഡ്ജിൽ പോണെന്ന് പറഞ്ഞു. ജനറൽ ലോഡ്ജ് അല്ല, ജനറൽ നോളജ്, പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ, GK ചോദിക്കാൻ പോണ. അതിനൊക്കെ ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങൾ എന്റെ പെർഫോമൻസ് റൗണ്ട് കണ്ടല്ലോ. ഇനി നിങ്ങൾ വിചാരിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെ ഫോർമാറ്റ് പറയട്ടെ. WW സ്പേസ് ISRO അച്ഛാ അമ്മേ അയ്യോ ദൈവമേ. ഇവിടെ അല്ല പറയേണ്ടത്. പിന്നെ എവിടെയാ? മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടിയിട്ട് പറയേണ്ട കാര്യമാണ് ഇതൊക്കെ. അവിടെയാണോ? പെങ്ങടെ മോള് പറഞ്ഞു ചെല്ലുമ്പോ തന്നെ ഇത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് 3 തട്ടുകട കയറി ആ ചേട്ടന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ നശിപ്പിക്കുമല്ല. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അതൊക്കെ അവിടെ വെക്കേ. ഇത് എന്തിനാണെന്നറിയാമോ? എന്തിനാണത്? തുറക്കാനല്ലേ? സ്വഭാവം മാറിയിട്ടില്ല. ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത്? അതിന്റെ അച്ഛനാരാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. ഓക്കെ, വളരെ ശരിയാണ്. അടുത്ത ചോദ്യം. താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു. സിംഹം. അപ്പോൾ താൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട. എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് അങ്ങ് പൊക്കോളും. നിന്ന് കൊടുത്താൽ മതി. സമ്മതിക്കണോട്ടാ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അപ്പൊ അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് കേട്ട് മറുപടി പറയുക. ഈ മരംകൊത്തി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? എന്റെ അച്ഛന്റെ ഇരട്ടപ്പേരല്ലേ? ഇതൊക്കെ ഇന്റർവ്യൂ അല്ലേ? അതല്ല, മരംകൊത്തി എന്ന് പറയുന്ന പക്ഷി. ഈ മരംകൊത്തി എന്തുകൊണ്ടാണ് മരം കൊത്തുന്നത്? അതിന്റെ കുടുംബപ്പേര് നിലനിർത്താൻ. എന്റെ പൊന്നു സാറേ, മരംകൊത്തി പോയി മരം കൊത്താണ്ട് വല്ല റോഡും കൊത്തുവാണെങ്കിൽ ഈ ഇരിക്കണവരൊക്കെ അതിനെ കാണുമ്പോ റോഡ് കൊത്തി എന്നല്ലേ വിളിക്കുള്ളൂ. അതുകൊണ്ട് നാണക്കേട് ഓർത്തിട്ട് അത് മരം തന്നെ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മതിക്കണോട്ടാ, ഇല്ലെങ്കിൽ സമ്മതിക്കൂലാട്ടോ. അടുത്തത്, നമ്മൾ സാധാരണ കഴിക്കാറുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും. എന്ത് രസം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അറിയാൻ പാടില്ലേ? പറഞ്ഞേ. സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും. പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല. അടുത്തത്, ഈ ചിക്കൻ ഗുനിയയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയട്ടെ. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു, ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം. എനിക്ക് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും മോനെ. അപ്പൊ അടുത്ത ചോദ്യം, ഇതും ആലോചിച്ച് ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയേണ്ടതാണ്. അടുത്തത് ഈ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ സാധാരണ തീവണ്ടിയുടെ ഒക്കെ ഏറ്റവും മുൻപിലാണ് അതിന്റെ തല എഞ്ചിൻ ഘടിപ്പിക്കാറ്. ഏറ്റവും മുമ്പിൽ തല എഞ്ചിൻ. ഈ തീവണ്ടിയുടെ ഏറ്റവും പുറകിലാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ്. പെണ്ണുങ്ങൾ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റ് ഏറ്റവും പുറകിൽ. അത് തന്നെ, പെണ്ണുങ്ങൾ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റ് ഏറ്റവും പുറകിൽ, തല എഞ്ചിൻ ഏറ്റവും മുൻപിൽ. എന്തുകൊണ്ടാണ് എല്ലാ തീവണ്ടിയിലും ഇങ്ങനെ ഘടിപ്പിക്കുന്നത്? അതറിയാൻ പാടില്ല. എന്റെ പൊന്നു സാർ, ഈ തല എഞ്ചിന്റെ ഒച്ച എങ്ങനെയാ? ഭയങ്കര ശബ്ദമാണ്. ആണല്ല. ഇതുപോലെ തന്നെ തീവണ്ടിയുടെ ഏറ്റവും പുറകിൽ ഒരു ശബ്ദം വേണമെന്ന് കരുതിയിട്ടാണ് പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് എടുത്ത് പുറകെ ഇട്ടേക്കണേ. അപ്പൊ രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ. അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അയ്യോ, എനിക്ക് എന്നെ ഇഷ്ടമുള്ള കളിയാണോ ക്രിക്കറ്റോ? ഇന്നലെ കൂടി ഞാൻ 3 ഗോൾ അടിച്ചു. ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ? അപ്പൊ കബഡിയുടെ കാര്യമല്ലേ പറയണേ? എന്തെങ്കിലും അവിടെ ക്രിക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വേഗതയേറിയ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. കറക്റ്റ് ആൻസർ. വളരെ ശരിയാണ്. എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്? കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോണേ കാണാം, അപ്പൊ തന്നെ തിരിച്ചു പോനേ കാണാം. ഇത്രയും വേഗത ഞാൻ ഒരാൾക്കും കണ്ടിട്ടില്ല. അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ഒരിക്കലും ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മറഡോണ, നാക്ക് പഠിച്ചിട്ടൊക്കെ വരണം. ഈ മറഡോണ അന്ന് വിജയം നേടിയപ്പോൾ സ്വന്തം ജേഴ്സി, അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ജയിച്ചപ്പോൾ ഉടുപ്പൂരി കറക്കി ഇങ്ങനെ വിജയം ആഘോഷിച്ചു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യ വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ഉടുപ്പൂരി കറക്കി. അതുപോലെ ഏതെങ്കിലും കായിക താരം വിജയിക്കണം എന്നത് എനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്നോ പറയട്ടെ. എന്റെ ദൈവമേ, ആ വിംബിൾട്ടൺ എന്നാണാവോ സാനിയ മിർസ ഒന്ന് ജയിക്കണത്?
ചോദ്യം നിസ്സാരമല്ലല്ലോ. ഇങ്ങോട്ട് വാ. അടുത്തത് PT ഉഷയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ PT ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത്? കബഡി, കുമ്മിയടി. അല്ലടാ, തിരുവാതിര കളി. ഒരു ക്ലൂ അങ്ങോട്ട് തരാം. അതല്ല, ക്ലൂ പറഞ്ഞു തരാം, കേട്ടിട്ട് ഉത്തരം പറയും. ഞാൻ പറയാം. നമ്മൾ കുറച്ചുപേര് ചേർന്ന് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറെ പോലീസുകാർ വരുന്നു. ഈ പോലീസുകാരെ കാണുമ്പോൾ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഓടും 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 ഓട്ടം ഓട്ടം. അപ്പൊ ഏത് കളിയിലാണ് PT ഉഷയ്ക്ക് സ്വർണം കിട്ടിയത്? ചീട്ടുകളി. ഇതാണ് പറയണത്. എടാ, മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? എന്റെ പൊന്നു സാറ് നല്ല ഭയഭക്തി ചിന്ത ബഹുമാനമുള്ള ആള് തന്നെ ഞാൻ. എന്തുകൊണ്ട് ഭയഭക്തി? ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ ശബരിമല ശാസ്താവിനെ അയ്യപ്പ സ്വാമിനെ പ്രാർത്ഥിച്ചിട്ട് പോന്ന സന്നിധാനനെ പോലെ. അറിയാമോ? നീ പ്രാർത്ഥിക്കത്തല്ലേ ഉള്ളൂ. എന്റെ ശരണം ഏറ്റു വിളിക്കാൻ പറ്റുമോ? ശരണം വിളിക്കാൻ ഞാൻ അടിപൊളിയാ. എടാ, എന്റെ കേരളക്കരയിൽ ഇന്നേ വരെ ഒറ്റ കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്റെ ശരണം ഏറ്റു വിളിക്കും. ഞാൻ ശരണം ഏറ്റു വിളിക്കും. അപ്പൊ ഞാൻ ശരണം വിളിക്കും, അത് ഏറ്റു വിളിച്ചോളൂ. ഓക്കെ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. എന്തെന്ന്? പോക്കും നിർത്തുന്നു. എന്തിന്? അല്ല, സ്വാമി മോക്ഷം തന്നാ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതാണ് പറയണത്. നീ ഇവിടെയെങ്കിലും ജനിക്കേണ്ടവനല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇത് പറയുമ്പോ എന്താ സാറിന് ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ടൊക്കെ? മനസ്സിലായി. എന്റെ വിഷമം മനസ്സിലായി. എടോ, എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കുട്ടികളില്ല. ഈ കഴിഞ്ഞിടയിൽ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായത്. അവിടെ ഉണ്ടായി പ്രശ്നം. എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ ആകപ്പാട് ടെൻഷനും കഷ്ടപ്പാടും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. സ്ഥാനം തെറ്റി എന്ന് പറഞ്ഞ ടെൻഷൻ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. എന്റെ ഇതുപോലത്തെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ ഇതുപോലെ സ്ഥാനം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ബഹളമായിരുന്നു. എന്ത് ബഹളം? എന്നെ തല്ലി ചമ്മന്തി പോലീസ് സ്റ്റേഷനിൽ കയറ്റി പെണ്ണുള്ള വീട്ടുകാർ. ഇതൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാന്ന്. അതെ, അത് തല്ലേണ്ട കാര്യം എന്താണ്? എനിക്ക് അതാ ചോദിക്കേണ്ടത്. എന്നെ എന്തിനു തല്ലി? വെറുതെ സ്ഥാനം തെറ്റി. കുട്ടിയല്ലേ, പ്രസവമല്ലേ, സ്ഥാനമല്ലേ, ചിലപ്പോ തെറ്റും. തല്ലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന കേസ് എന്താണ്? സാർ അവനോട് ചോദിക്കണത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ല, ഇടത്തോട്ടാണോ വലത്തോട്ടാണ് ആ സ്ഥാനം തെറ്റിക്കിടന്നത്? കുട്ടി ഇടത്തോട്ടും വലത്തോട്ടൊന്നും അല്ല സ്ഥാനം തെറ്റിയത്. പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരുടെ വയറ്റിൽ കിടന്ന്. അതിന്റെ ഒരു ചെറിയ പോടാ.